ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചക്ക കൊണ്ടുള്ള ഒരു ഹൽവയാണ്. ഏകദേശം ഒരു 12 ചുള ഉണ്ടായിരുന്നു കേട്ടോ. കഷ്ടിച്ച് 10-12 ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹൽവയാണ്. ഇതാ നോക്കി, എന്താ ഒരു ഭംഗി. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു. വെറും 15 മിനിറ്റ്, കൂടി വന്നാൽ 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ചുള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു മുറി ചക്കയ്ക്കകത്തുനിന്ന് കിട്ടിയ ആകെ കൂടിയുള്ള ചുളയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഞാൻ നേരത്തെ ചക്കയപ്പം ഉണ്ടാക്കാൻ എടുത്ത അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഏകദേശം ഒരു 5-10 ചുള ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ലെവലിലായിട്ട് ഞാൻ ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ, നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കേണ്ടത് അതെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉരുളിക്കകത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യൊന്നും അധികം വേണ്ടി വരത്തില്ല. അതുമല്ല, ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരുപാടൊന്നും ഇല്ല, അത് കാരണം അധികം ബുദ്ധിമുട്ടും ഇല്ല ഇളക്കാനൊന്നും. പിന്നീട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെട്ടെന്ന് ചക്കയപ്പം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ നമ്മുടെ അരച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുന്നതിന് മുൻപായിട്ട് ഒരു മുറി തേങ്ങയുടെ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. അപ്പോൾ നമുക്ക് ചക്കയുടെ ഹൽവയൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനുള്ളൊരു ഈസി ആയിട്ടൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ, 1-2 പാലൊന്നുമല്ല, ഒറ്റ പാലേ ഒഴിച്ചിട്ടുള്ളൂ. അതും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനിയും കൈ വിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടൊഴിക്കുക കേട്ടോ. പിന്നെ നല്ല ആ ശർക്കരയുടെ കുറച്ച് ഉരുക്കിയത് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ശർക്കരയ്ക്ക് അധികം കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ് ഒരുമാതിരി വൈറ്റ് ഷെയ്ഡ് കിടക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ മുറുകി കഴിയുമ്പോഴത്തേക്ക് നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈയൊന്നും വിടാതെ അങ്ങ് ഇളക്കി കൊടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ചായത് കൊണ്ടിട്ടും പിന്നെ എന്താ പറയുക, അതുകൊണ്ട് നമുക്ക് അധികം പാടില്ല. പിന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മളിപ്പോൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന ഒരു രീതി വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു ഈ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ളത് ചേർക്കാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക, തിക്കായി കിട്ടും പെട്ടെന്ന്. പകുതി നന്നായിട്ട് വെന്ത് ഒരു സ്റ്റേജ് ഈ ഒരു ടെക്സ്ചറിലാവുമ്പോൾ മാത്രമേ നമ്മളത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ അങ്ങ് ഇളക്കി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡ് ആയില്ലേ എന്ന് വിചാരിക്കും. ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് കളറൊക്കെ മാറിക്കോളും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 15 മിനിറ്റ് കൂടുതൽ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ വേണ്ട. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 10 ചുള വെച്ചുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഹൽവ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും നമുക്കിപ്പോൾ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് എനിക്ക് അത്രയും വലിപ്പമുള്ള പാത്രം അതൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇളക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഇല്ലാത്തത് കൊണ്ടിട്ടായിരുന്നു കേട്ടോ, ഉണ്ടെങ്കിൽ ഞാനത് മൊത്തം എടുത്തേനെ. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവായപ്പോഴത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഏകദേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് വിട്ടു വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റണം. അപ്പോൾ ഒരു എണ്ണ തടവിയ ഒരു പാത്രമാണ് ഞാൻ ടുട്ടുൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രം എല്ലാം എന്താ പറയുക, ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സാധനമൊക്കെ ആയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കാരണം അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ ടുട്ടുൻ്റെ ടിഫിൻ ബോക്സ് കുറച്ച് നെയ്യ് തടകി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്, ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒരു തേങ്ങയുടെ പാലൊക്കെ എടുത്തിട്ട് 1 അല്ല 2 തേങ്ങയുടെ പാലൊക്കെ എടുത്ത് അരി അരച്ചിട്ട് എടുത്തിട്ട് കുറേ സമയം ഉരുളിയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് സമയം 2-3 പേരൊക്കെ ആയിരിക്കും അവർ ഇളക്കുന്നത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറിയ എന്താ പറയുക, അധികം ഫാമിലിയിൽ മെമ്പേഴ്സ് അധികം കുറവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇച്ചിരുന്ന് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൈയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, നമ്മൾ വിശ്വസിച്ച് കൊടുക്കാം ഇല്ലേ. പുറത്തൊന്നും വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ ഭേദം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനല്ലേ, വിശ്വസിച്ച് കൊടുക്കാവുന്നതല്ലേ. അപ്പോൾ അതുങ്ങൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം ഇല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് വളരെ ഈസി മെത്തേഡാണ്, വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞ അളവ് തന്നെ ഒന്നും എടുക്കണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് അളവ് കൂട്ടാം. പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളൊന്ന് നോക്കി ആഡ് ചെയ്താൽ മതി, ശർക്കരയുടെ അളവൊക്കെ ആഡ് ചെയ്താൽ മതി അങ്ങനെ കേട്ടോ. ഉരുക്കി ശർക്കര ചേർക്കുമ്പോൾ പല ശർക്കരയ്ക്കും പല മധുരമായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കി നമ്മളൊന്ന് ചേർത്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ കണ്ടില്ലേ, നമ്മളുടെ ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നില്ലേ, കണ്ടില്ലേ, ഇളക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലെല്ലാം കൂടി വരുന്നു. അപ്പോൾ ഞാൻ നെയ്യ് തടകി ആ പാത്രത്തിലേക്ക് ഞാൻ പറഞ്ഞില്ല 220 ടിഫിൻ ബോക്സാണ്, അതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ കുറച്ച് അളവ് കൊണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് മാറ്റിയത് കേട്ടോ. വലിയ ട്രെയിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങളില്ലാത്തത് കാരണം ഞാൻ അതിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് കാഷ്നട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ ചക്കയുടെ ഹൽവയല്ലേ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി മെത്തേഡാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. എല്ലാം ചക്ക വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ വേവിച്ചെടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ പഴുപ്പിക്കാൻ വെക്കുമ്പോൾ പിന്നെ ചക്കയപ്പം ഉണ്ടാക്കണമെന്ന് തോന്നും, പിന്നെ ഉണ്ടാക്കാൻ കാണത്തില്ല ചുരുക്കം പറഞ്ഞാൽ. ഇത് പിന്നെ ഞാൻ ചക്ക ഹൽവ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തന്നെ ഞാനതങ്ങ് മാറ്റി. 10 ചുള ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ 10-11 ചുള ഉണ്ടായിരുന്നുള്ളൂ. ഓക്കേ.